കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അനുവദിച്ച പലിശരഹിത വായ്പ വിനിയോഗിക്കാൻ മറ്റു വകുപ്പുകളുമായി കൂടിയാലോചിച്ച് അടിയന്തര തീരുമാനത്തിലേക്ക് കടക്കാൻ ധനവകുപ്പ്. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നേ പണം വിനിയോഗിക്കാനുള്ള ശ്രമങ്ങളിലേക്കാണ് ധനവകുപ്പ് കടക്കുക. നിലവിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച 750 കോടിയുടെ പദ്ധതി മാറ്റി നിർത്തി കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാനാകും തീരുമാനം. അതൊരു പ്രായോഗികമായ വലിയ പ്രശ്നമാണ്. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ യൂസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെ, വലിയ പ്രശ്നമാണ്. നടപ്പ് സാമ്പത്തിക വർഷം 1.5 മാസം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് നിലവിൽ കേന്ദ്ര സർക്കാർ നൽകിയ വായ്പ വിനിയോഗിച്ചു തീർക്കാനുള്ള സമയമുള്ളത്. റോഡുകൾ, കെട്ടിടങ്ങൾ, വൈദ്യുതി ലൈനുകൾ ഇവയൊക്കെയാണ് നിർമ്മിക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ മറ്റു വകുപ്പുകളുമായി ചേർന്ന് അടിയന്തര തീരുമാനത്തിലേക്ക് കടക്കാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. റവന്യൂ, തദ്ദേശ, പൊതുഭരണ വകുപ്പുകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഫണ്ട് വിനിയോഗിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് 2000 കോടി രൂപയുടെ ഗ്രാന്റാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. ക്യാപെക്സ് സ്കീം വഴിയാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം തന്നെ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന ആലോചനയിലാണ് സർക്കാർ. 529.50 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ടൗൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് വായ്പ. പലിശയില്ലാതെ വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയാകും. നിശ്ചിത സമയത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കി കേന്ദ്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ വായ്പാ തുക സംസ്ഥാന സർക്കാരിന് കൈമാറാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം പദ്ധതികൾ പൂർത്തിയാക്കും അതിനനുസരിച്ചുള്ള പണമാകും കേന്ദ്രത്തിൽ നിന്നും നൽകുക. അനുവദിച്ച സമയത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിന് മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതും ആലോചനയിലാണ്. ജനം, തിരുവനന്തപുരം.